വിപ്ലവം വിജയിച്ചാൽ ഭയങ്കര ബോറാണ്, പിന്നെ വിപ്ലവം ഇല്ലല്ലോ. അപ്പോൾ പരാജയപ്പെട്ട വിപ്ലവങ്ങളിലാണ് ലോകത്തിൻ്റെ തുടർച്ച. ഗ്രാൻഡ് മാസ്റ്ററിൽ വരിയുണ്ടല്ലോ, വിപ്ലവത്തിലും പ്രണയത്തിലും പരാജയം. അതിൽ രണ്ടിലും പരാജയപ്പെടുന്നത് ഭയങ്കര രസമാണ്. ഇപ്പോൾ നിവിൻ പോളി എന്നൊരു പെർഫോമറെ പറ്റി പറഞ്ഞത്, അതായത് അലസമായി ചെയ്യുകയാണെന്ന് തോന്നും, പക്ഷേ അയാളുടെ ഒരുപാട് സംഗതികൾ അയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് എത്രമാത്രം പ്രത്യാശയുണ്ട്? ഇപ്പോൾ നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, ആ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരിൽ എത്രമാത്രം പ്രതീക്ഷ? നല്ല ഉഗ്രൻ ആക്ടേഴ്സ് അല്ലേ, ഇവരെല്ലാവരും നല്ല ആക്ടേഴ്സാണ്. ഇവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗംഭീര ആക്ടേഴ്സാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. നിവിൻ പോളിയുടെ ട്രേറ്റായി എന്താ? നിവിൻ പോളി ഞാൻ പറഞ്ഞത് അയാൾക്കൊരു അലസത എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ അയാൾക്കൊരു ഇന്റേണൽ പ്രിപ്പറേഷനൊക്കെ കാണും, നമുക്കറിയില്ല. പക്ഷെ ഷോർട്ടിൽ അയാളൊരു എക്സ്ട്രാ സംതിങ് എപ്പോഴും നമുക്ക് തരും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വലിയ നടന്മാരെന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനും അപ്പുറം എന്തോ ഒന്ന്, അത് അയാൾ പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു സംഗതിയായിരിക്കാം.